ഒരു ദിവസം ഒരു ഗ്രാമ്പു വെച്ച് കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ബെനഫിറ്റ്സ് അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയി പോകും. ഇന്ന് പല റിസർച്ചുകളും ഗ്രാമ്പുവിനെ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അധികവും ഗ്രാമ്പു ഉപയോഗിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആഡ് ചെയ്യുന്ന ഒരു സ്പൈസ് ആയിട്ടാണ്. മറ്റു ചില ആളുകൾ ഇതിന് ഒരു നമ്പിങ് ഏജന്റായും ഉപയോഗിക്കാറുണ്ട്. അതായത് പല്ലുവേദന വരുന്ന സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു നമ്പിങ് ഏജന്റ് ആയിട്ട്. ഇത് ചവയ്ക്കുമ്പോൾ വേദന പെട്ടെന്ന് ശമിക്കുകയും ചെയ്യും ബിക്കോസ് ഓഫ് ഇറ്റ്സ് അനാൾജസിക് പ്രോപ്പർട്ടി. ഇതിലെ വേദന സംഹാരിയായ ഒരു പ്രോപ്പർട്ടി, ഒരു ഗുണമാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഗ്രാമ്പുവിന്റെ ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിലടങ്ങിയിരിക്കുന്ന ഒരു എസൻഷ്യൽ ഓയിലിനെ പറ്റിയാണ്, യൂജിനോൾ. ഈ എസൻഷ്യൽ ഓയിലാണ് ഇതിന് അരോമാറ്റിക് സ്മെല്ലും അതുപോലെ ടേസ്റ്റും നൽകുന്നത്. ഒരു ചെടിക്കുണ്ടാകുന്ന പ്രധാന വെല്ലുവിളി അല്ലെങ്കിൽ കോമൺ അറ്റാക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കും? നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ശരി തന്നെയാണ്, മൈക്രോബിയൽ അറ്റാക്ക്. അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മൈക്രോബിയൽ അറ്റാക്ക്. സോ നാച്ചുറലി ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി മിക്ക സസ്യങ്ങൾക്കുമുണ്ട്. അത് നമ്മുടെ ഗ്രാമ്പുവിനുമുണ്ട്. ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ, ആന്റി പാരസിറ്റിക്, ആന്റി കാൻഡിഡ തുടങ്ങിയ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ ഗ്രാമ്പുവിലും അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് വായ്ക്കുള്ളിൽ ഗ്രാമ്പു വയ്ക്കുന്നതും ചവയ്ക്കുന്നതും വളരെ ബെനിഫിറ്റ് ആണെന്ന് പറയുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിന്റെ ഇടയിൽ കുടുങ്ങി അവിടെ ബാക്ടീരിയ പോലുള്ള മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം പതുക്കെ പതുക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഇത് പല്ലുവേദന, മോണരോഗം തുടങ്ങിയ വലിയ വലിയ രോഗങ്ങളിലേക്ക് നയിക്കാം. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രാമ്പു, ഈ അവസ്ഥയിൽ നമ്മൾ ഒരു ഗ്രാമ്പു ചവച്ചാൽ ഗ്രാമ്പുവിലെ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഇങ്ങനെ വിഘടിച്ച് വളർന്നു വരുന്ന ഈ ഒരു മൈക്രോബ്സിന്റെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ ആക്ഷനെ തടയുകയും ഈവൻ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. ചില ആളുകൾ ഗ്രാമ്പുവിനെ തലയിൽ, സ്കാൾപ്പിൽ വയ്ക്കാറുണ്ട് ഫംഗൽ ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടി. ചില പഠനങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ തെളിയിക്കുന്നുമുണ്ട്. ഗ്രാമ്പുവിന് ഫംഗൽ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന ടോക്സിസിറ്റി കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത്. ഒരു ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത് ഗ്രാമ്പുവിനെ ഒരു ആന്റിബയോട്ടിക്കുമായി സംയോജിപ്പിക്കുമ്പോൾ അതിന്റെ MIC വാല്യൂ 1000 മടങ്ങായി വർദ്ധിക്കുമെന്ന്. എന്താണ് ഈ MIC വാല്യൂ? ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MIC വാല്യൂ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആന്റിബയോട്ടിക്സ് എടുത്താൽ മതി നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി. What is MIC value? It is the lowest concentration of antibiotic at which bacterial growth is completely inhibited. ശരീരത്തിന് പുറമെയുള്ള ആന്റി മൈക്രോബിയൽ ആക്ഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യം, ശരീരത്തിനുള്ളിൽ ഇത് ആന്റി മൈക്രോബിയൽ ആക്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. യെസ്, ഗ്രാമ്പുവിന് ശരീരത്തിനുള്ളിലെ മൈക്രോബ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, തെളിയിക്കുന്നുണ്ട്. ചില അൾസറുകൾ, ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് H. പൈലോറി. ഇതിന്റെ ആക്ഷനെ പ്രവർത്തന രഹിതമാക്കാനും ഈവൻ നശിപ്പിക്കാനുമുള്ള കഴിവ് നമ്മുടെ ഗ്രാമ്പുവിനുണ്ട്. ഇതുകൂടാതെ ഇൻഡൈജഷൻ, ദഹനക്കേട്, ഗ്യാസ് ബ്ലോട്ടിംഗ് തുടങ്ങിയ രോഗാവസ്ഥകളിൽ പോലും ഗ്രാമ്പു വളരെ ഫലപ്രദമാണ്. ഇനി ഗ്രാമ്പുവിന്റെ മറ്റ് ഗുണങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇത് ഒരു MAO ഇൻഹിബിറ്ററായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. FDA, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ഈ MAO ഇൻഹിബിറ്റേഴ്സിനെ ഒരു ആന്റി ഡിപ്രസന്റായി അല്ലെങ്കിൽ ഡിപ്രഷന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ആന്റി ഡിപ്രസന്റായി പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുമുള്ളതാണ്. ഈ MAO ഇൻഹിബിറ്ററായി ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാമ്പു. ഇനി പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, 2 ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി. ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ ഗ്രാമ്പു വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മോസ്റ്റ് കോമൺലി ഇത് ആർത്രൈറ്റിസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടിയും ഇതിനുണ്ട്. ഒരുപാട് ക്യാൻസറിനെതിരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. മോസ്റ്റ് കോമൺലി ലങ് ക്യാൻസറിനെതിരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു വസ്തുവിന് ഗുണമുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അതിന് ദോഷവശങ്ങളും ഉണ്ടാകും. യെസ്, ഗ്രാമ്പുവിനും നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇതിന്റെ റെക്കമെൻഡഡ് ഡോസേജ് എന്ന് പറയുന്നത് 2.4 മില്ലിഗ്രാം പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് ആണ്. അതായത് 1 കിലോഗ്രാം ബോഡി വെയിറ്റിന് 2.4 മില്ലിഗ്രാം ക്വാണ്ടിറ്റി, (2.4 മില്ലിഗ്രാം ക്വാണ്ടിറ്റി എന്ന അളവിൽ. അങ്ങനെയാണെങ്കിൽ 10 കിലോഗ്രാം ഉള്ള ഒരു മനുഷ്യന് (24 മില്ലിഗ്രാം ഡോസ് ആണ് റിലേറ്റീവ്ലി സേഫ്, സുരക്ഷിതമായ ഡോസ് എന്ന് പറയുന്നത്. അതിൽ കൂടിയാൽ, ഓവർഡോസ് ആയാൽ കേടുപാടാണ്, സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അത് ലിവറിനെ ബാധിക്കും, ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കും. സോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഞാൻ ഈ പറഞ്ഞതൊന്നും തന്നെ ഒരു മെഡിക്കൽ അഡ്വൈസേ അല്ല. നിങ്ങൾക്ക്
നിങ്ങൾ ഗ്രാമ്പു ഉപയോഗിക്കാൻ പോവുകയാണ് ഒരു മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് എങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ട് അവരുടെ അഡ്വൈസ്, അവരുടെ ഉപദേശം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ.